അടുത്ത നമുക്കൊരു കുറച്ച് ഫാൻസി മെറ്റീരിയലാണ് 44 ഇഞ്ച് വീതിയിലേക്ക് ഫാൻസി മെറ്റീരിയലിൻ്റെ ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞിട്ട് ഏലിയാസ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏറ്റവും പുതിയ കളക്ഷൻസ് പേൾ വർക്കിൽ 2 സൈഡ് സ്കാലോപ്പ് വന്നു. അതോടൊപ്പം ഈ ഒരു ചെയിൻ സ്റ്റിച്ചൊക്കെ നമ്മൾ ചെയ്യില്ല അതുപോലെയുള്ള ഒരു വർക്കും കൂടെ ചേർത്തിട്ട് നോക്കി നല്ല ഹെവി പേൾ വർക്കാണ് ഓരോ മോട്ടിഫായിട്ട്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കഫ്താൻ അടിക്കാൻ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ സാരി ആയിട്ട് ഉപയോഗിക്കാം, പിന്നെ ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ടോപ്പായിട്ട് ചെയ്യുന്നവർക്ക് ഈ ബോർഡറുകളെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വർക്കുകൾ കൊടുക്കാം. അങ്ങനെ ഫാൻസി ആയിട്ട് ഇത് ഏറ്റവും കൂടുതൽ ഇതിലാണ് പോവുക, ഏറ്റവും ബെറ്റർ സാരിക്കായിരിക്കും. കാരണം 44 ഇഞ്ച് വീതിയിലേക്ക് പ്യുവർ ഓർഗൻസയാണ്. ആ നമ്മുടെ ഈ വയറിന്റെ ഭാഗത്ത് കുത്തുന്നിടത്തേക്ക് ഉള്ള പീസ് കട്ട് ചെയ്തിട്ട് ഈ പല്ലുവിന്റെ ബോർഡറിലോട്ട് ആപ്ലിക്ക് ചെയ്യണം. അതെ, നമുക്ക് ഈ 5.5 മീറ്റർ സാരി ആയിട്ട് ഉള്ള ഒരു യൂസേജ് ഏറ്റവും നന്നായിട്ട് വരും. അല്ലെങ്കിൽ കഫ്താൻ അടിക്കാം, അപ്പൊ 2 സൈഡ് വർക്കുകൾ കിട്ടും. നല്ല വെറൈറ്റി ആയിട്ട് പാനൽ അനാർക്കലി ആയിട്ട് ഈ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ബോഡി പാർട്ട് എടുക്കാം. നല്ല പ്യുവർ ഓർഗൻസയാണ്, വിസ്കോസ് ഓർഗൻസയിൽ വന്നിട്ട് പെർ മീറ്റർ എത്രയാ 926 പെർ മീറ്റർ വരുന്നത്. പിന്നെ അടുത്ത് വരുന്നത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലേക്ക് സെയിം മെറ്റീരിയൽ തന്നെ ഫുൾ പേൾ വർക്ക്, ടോൺ ടു ടോൺ ആണ് വർക്ക് വരുന്നത്. ഇത് വരുമ്പോഴേക്കും ഒരു ബ്ലഷ് പിങ്ക് ഷെയ്ഡിലേക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു കളർ കോംബോ ഉണ്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇനിയിപ്പോൾ ഇതിൻ്റെ പ്ലെയിൻ ഓർഗൻസ മെറ്റീരിയൽ എടുത്തിട്ട് ഇന്നർ ചെയ്തിട്ട് ബോട്ടവും ഇന്നറും ചെയ്തിട്ട് ജാക്കറ്റ് പോലെ ഇങ്ങനെ, അപ്പോൾ ആ ബീഡ് വർക്കുകൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നമുക്കൊരു ഒരു നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആ ജാക്കറ്റിൻ്റെ സ്റ്റൈലിലേക്ക് നമുക്ക് ഇങ്ങനെ നല്ല ഭംഗിയുണ്ടാവും. അതും ഇതുപോലെ ഇങ്ങനെ ജാക്കറ്റ് ഇതുപോലെ വരണം. അപ്പോൾ ഈ ഫ്രണ്ടിലേക്ക് 2 സൈഡും ഇങ്ങനെ വരും. ആ രീതിയിലേക്ക് നമുക്ക് ഓരോ ഡിസൈനർ പീസായിട്ട്. പിന്നെ അതെ മാമുദീസ വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സാധനം ഡയബിളാണ്. ഇപ്പം ഇനിയിപ്പോൾ ഇത്രയും കാണിച്ചത് ഞാൻ 3 കളറാക്കി എടുത്തേ. ഇത് അതിൻ്റെ ഡയബിളാണ്. ഇത് നിങ്ങൾക്ക് ഇനി ഒരു ഡ്രസ് കോഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി ഒലിവ് ഗ്രീൻ ആണെങ്കിൽ ഈ ഒരു കളറിലേക്ക് ഡൈ ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ബ്രൈഡ്സ് മെയ്ഡിന് വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം. വളരെ ഭംഗിയുള്ള ഏറ്റവും പുതിയ കളക്ഷൻ ആണെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നോക്കിയേ 44 ഇഞ്ച് വീതി തന്നെ പ്യുവർ വിസ്കോസ് ഓർഗൻസയിലേക്ക് ത്രെഡ് വർക്ക് അടിപൊളിയാണ്. 786 ആണ് പ്രൈസ് റേഞ്ച്. കളറുകൾ ഉണ്ടല്ലോ, ഇത് അതിമനോഹരമാണ്. ഇതിന്റെ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടോ? പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ട്. അതാ. പിന്നെ ഇതിൽ വെറൈറ്റി കളറുകളാണ്. അപ്പം നമുക്ക് ടാൻ കളർ, ഇത് നോക്കി ഒരു മെഹന്തി ഗ്രീൻ, SSS മെഹന്തി ഗ്രീൻ, നേവി ബ്ലൂ, നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ യെല്ലോ ടോപ്പ് അടിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ചെറിയ പീസുകളാണ്, അപ്പോൾ വേഗത്തിൽ എടുത്തോളൂ. ഇങ്ങനെ സോഫ്റ്റ് ആണ്, പ്യുവർ ഓർഗൻസ്, അടിപൊളി കളക്ഷനാണ്. ഇതിൻ്റെ പ്ലെയിൻ മെറ്റീരിയലും ഉണ്ട്. സാന്തൂണാണ്. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇത് കണ്ടോ, നല്ലൊരു പ്രീമിയം ഫാബ്രിക്. ഇത് സാന്തൂണല്ല, വേറൊരു സൈസ് മെറ്റീരിയലാണ്. ഡോള തന്നെ. യെസ്, ഇത് റണ്ണിങ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാം. ഇനി അടുത്ത വരുന്നത് നോക്കിയാൽ നമ്മുടെ ഓണം കളക്ഷന് പറ്റുന്ന കോഡിങ് വർക്കോട് കൂടിയിട്ട് ഇതൊരു വെറൈറ്റി പീസാണ്. ലഹങ്ക പോലെ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കോഡിങ് വർക്കും ഹാൻഡ് വർക്കും കൂടെ ഹൈലൈറ്റ് ചെയ്തു. ബനാറസി മോട്ടീഫ്, ഒരു റോയൽ ഗോൾഡ് കളറാണ് ഇതിലേക്ക്. ഇതിപ്പം ചന്തം ചേർത്ത് നമ്മുടെ കല്യാണങ്ങളുടെ തലേന്ന് വരുന്ന ഓരോരോ ആഘോഷങ്ങൾക്കും മധുരം വെപ്പ് എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിലോട്ട്. ചിലയിടത്ത് മൈലാഞ്ചി കല്യാണം എന്ന് പറയും. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഡ്രസ് കോഡ് സെറ്റ് ചെയ്തിട്ട് ചട്ടയും മുണ്ടോ അങ്ങനെയൊക്കെ ആ ഒരു ഈ ഒരു കളർ കോംബോ ആണ് ഏറ്റവും കൂടുതൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ മൈലാഞ്ചി കല്യാണത്തിനൊക്കെ പുറത്തിരുന്നിട്ട് ഡ്രസ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ചെറിയൊരു ഡിസൈനിൽ മാത്രമാണ് വേരിയേഷൻ വരുന്നത്. പ്രൈസ് 1256 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. വീണ്ടും ബനാറസി മോട്ടീഫ് തന്നെ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ പ്ലെയിൻ മെറ്റീരിയലും ദുപ്പട്ടയും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മെറ്റീരിയൽ ഇപ്പം ഏറ്റവും പുതുതായിട്ട് നമുക്കിങ്ങനെ വന്നതാണ്.
ഇത് ഒഴുകിക്കിടക്കുന്ന ഒരു സാരി വേണം, അത്യാവശ്യം പാർട്ടി വെയർ ആയിരിക്കണം. പിന്നെ ഇതിന്റെ ഇൻസ്പയർഡ് ആയിട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്യസാക്ഷി കളക്ഷൻസിലേക്ക് മൾട്ടി കളർ ഡിസൈൻസിന്റെ ലെഹങ്കയൊക്കെ സെറ്റ് ചെയ്തുള്ളൊരു ബീച്ച് വൈബിലെ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതിങ്ങനെ കണ്ട് അതിനോട് ഇൻസ്പയർഡ് ആയിട്ട് ആ ഒരു കളർ തീം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തൊരു റണ്ണിങ് മെറ്റീരിയലാണ്. ഇതിലേക്ക് ഇങ്ങനെ ആ ഒരു കണ്ടോ ബോഡി പാർട്ട് ഫുൾ മൾട്ടി കളറാണ്, നല്ല ബ്രൈറ്റ് ആണ്. ഇത് വന്നപ്പോൾ തന്നെ സാരിക്ക് എത്ര പോയെന്നോ അല്ലേ? ചുരിദാറിൻ്റെ പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു ടോപ്പ് സെറ്റ് ചെയ്യാനായിട്ട് പോയി. അതുപോലെ ഇതിപ്പം നമ്മൾ ഒരെണ്ണം ചെയ്തു കൊണ്ടിരിക്കുന്ന ഇൻസൈഡ് അവിടെ നമ്മുടെ യൂണിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു തീമിലേക്ക് ലെഹങ്കയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോപ്പും മറ്റേ ക്രോപ്പ് ടോപ്പും സ്കേർട്ടും ഒരേപോലെ ഇങ്ങനെ വരുന്ന ഒരു അടിപൊളി ലുക്ക്. അതിലേക്ക് ഉള്ളി ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് പേൾ വർക്കാണ്. പുള്ളി ഇങ്ങനെ ചെയിൻ പോലെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാണിക്കാം. അപ്പം ഇത് കണ്ടോ ഒരു ലെമൺ ഗ്രീൻ, പിന്നെ ഇത് നോക്കി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ, ഒരു റെക്സോണ ഗ്രീൻ കളർ അല്ലേ, നല്ല ഫ്ലോയി ആണ്ടോ. ഇത് പ്യുവർ സിനൻ മെറ്റീരിയലാണ്, പ്യുവർ, ഒട്ടും നോർമൽ വാഷ് പോസിബിൾ അല്ല. അതേ നോക്കിയേ പ്യുവർ മെറ്റീരിയലാണ്. ഇത് വെള്ളം വീഴരുത്, അത് 100% ഇങ്ങനെയാണ് ഈ മെറ്റീരിയൽ. ഒരു പ്രീമിയം ഫാബ്രിക് ആണ്, വെള്ളം വീഴരുത്. ഇനി വെള്ളം വീണിട്ട് നമുക്ക് അത് ചുരുങ്ങിപ്പോയി അത് ഇതെന്ന് പറയരുത്, വെള്ളം വീഴരുത്. അതാണ് ഈ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത, അതാണ് പ്യുവർ മെറ്റീരിയലാണ്, പ്യുവർ സിനൻ. പിന്നെ ഇങ്ങനത്തെ ചെറിയ ആരി സ്റ്റിച്ചാണ്, അതിമനോഹരമായിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ കാണിച്ചെല്ലാം തന്നെ വളരെ ഭംഗിയുള്ള ക്ലാസി ആയിട്ടുള്ള മെറ്റീരിയൽ, ഏറ്റവും പുതിയ കളക്ഷൻസ് പൂണോളിൽ ഡിസൈൻസിലും പൂണോളിൽ സിൽക്സ് അങ്കമാലിയിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം. ഇത് വേണ്ടവർ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. താങ്ക്